കോട്ടയം ജില്ലയിലെ മണ്ണാർക്കാട് ഒരു യുവതിക്ക് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നേരിടേണ്ടി വന്ന ദുർമന്ത്രവാദ പീഡനത്തിൻ്റെ ക്രൂരമായ വിവരങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഭീകരമായ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം കൊടിയമായ രീതിയിൽ അവർ ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് കേരളം അറിഞ്ഞത്. കേരളീയ സമൂഹത്തിൽ അജ്ഞതയും അന്ധവിശ്വാസങ്ങളുടെയും ആഴമേറിയതും അതുപോലെ തന്നെ ആക്രമണങ്ങൾ വലിയ തരത്തിൽ ഉണ്ടാകുന്നതുമായ ഒരു മുഖം കൂടി ഇന്ന് തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പരിപാലനം, സാമൂഹ്യ പുരോഗതി എന്നിവയിലെല്ലാം മുൻപന്തിയിലാണെന്ന് നാം ഓരോരുത്തരും വലിയ തരത്തിൽ അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതിനെല്ലാം പുറമെ മാന്യതയും സൗഹൃദവും പുലർത്തിയിരുന്ന ഒരു കുടുംബം അനാചാരങ്ങളുടെ പേരിൽ നടത്തിയ ഒരു വലിയ ക്രൂരത സാമൂഹ്യ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയാണിത്. കൃത്യമായി പറഞ്ഞാൽ നവംബർ 2 കോട്ടയത്തെ തിരുവഞ്ചൂരിൽ നടന്ന ഈ സംഭവം പുറത്തു വന്നതോടെ ദുർമന്ത്രവാദ നിരോധന നിയമത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായി തന്നെ പുറത്തു വരുന്നുണ്ട്. യുവതിയുടെ ഭർത്താവായ അഖിൽദാസും അതുപോലെ കുടുംബവും ചേർന്നാണ് വീട്ടിലെ ഒരു ദുരാചാരത്തിൻ്റെ ഭാഗമായി യുവതിയെ പീഡിപ്പിച്ചത്. മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാവ് യുവതിയെ ബാധിച്ചിരിക്കുന്നുവെന്ന് ഭർത്താവിൻ്റെ അമ്മ തീവ്രമായി വിശ്വസിച്ചതാണ് ഈ ക്രൂരപീഡനത്തിന് പിന്നിലെ അടിസ്ഥാനമായ കാരണം. ഭർത്താവും താനുമായി വഴക്കുണ്ടാകുന്നത് ഈ ബാധ മൂലമാണെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. ഈ ദുർബോധത്തെ ഒഴിവാക്കാനെന്ന പേരിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ദുർമന്ത്രവാദിയായ ശിവദാസിനെ അവർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. നവംബർ 2 രാവിലെ 11 മണിക്ക് വീട്ടിലെത്തിയ മന്ത്രവാദി രാത്രി 9 മണി വരെ ഏകദേശം 10 മണിക്കൂറോളം യുവതിക്ക് സ്വന്തം വീട്ടിൽ നരകയാതന നൽകുന്ന ക്രൂരമായ ആഭിചാര ക്രിയകളാണ് നടന്നത്. ഇവർ നടത്തിയതും അത്രത്തോളം പ്രാചീനമായ തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളായിരുന്നു. ആഭിചാരക്രിയയുടെ ഭാഗമായി യുവതിക്ക് നിർബന്ധപൂർവ്വം മദ്യം നൽകി ബോധം കളയുന്ന സാഹചര്യമുണ്ടായി. യുവതിയുടെ കാലിൽ ചുവന്ന പട്ട് കെട്ടുകയും മുടിയിൽ ആണി ചുറ്റുകയും ചെയ്തു. പിന്നീട് ആണി തറയിൽ തറച്ചപ്പോൾ മുടി മുറിഞ്ഞു പോയതായി യുവതിയുടെ മൊഴിയിൽ നിന്ന് തന്നെ പറയപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ യുവതിയെ ബീഡി വലിപ്പിക്കുകയും വായിൽ ഭസ്മം കുത്തി നിറച്ച് കഴിപ്പിക്കുകയും ചെയ്തു. യുവതി സഹകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ ഭർത്താവ് അഖിൽദാസും അതുപോലെ ഭർത്തൃപിതാവ് ദാസും മന്ത്രവാദിയായ ശിവദാസും ഒപ്പം തന്നെ ഭർത്താവിൻ്റെ അമ്മയും ചേർന്ന് വടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. ശരീരം പൊള്ളിക്കുക വരെ ചെയ്തു എന്നുള്ളതും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അത്തരത്തിൽ പുറത്തു വരുന്നത്. പീഡനത്തിൻ്റെ ക്രൂരതയിൽ യുവതി ബോധം പോലും നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ബോധരഹിതയായി വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. യുവതിയുടെ മാനസിക നിലയിലെ വ്യത്യാസം ശ്രദ്ധിച്ച പിതാവ് നൽകിയ പരാതിയിലാണ് മണ്ണാർക്കാട് പോലീസ് കേസെടുത്തതും അന്വേഷണം ആരംഭിച്ചതും. യുവതിയുടെ മാനസികവും ശാരീരികവുമായ ദുരവസ്ഥയെക്കുറിച്ച് യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുമ്പോൾ അത് കേരള സമൂഹത്തിൽ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു. മന്ത്രവാദിയായ ശിവദാസൻ എന്ന ശിവൻ തിരുമേനി, അതുപോലെ യുവതിയുടെ ഭർത്താവ് അഖിൽദാസ്, ഇയാളുടെ പിതാവായ ദാസ് എന്നിവരാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മന്ത്രവാദിയെ വീട്ടിലെത്തിച്ച അഖിലിൻ്റെ മാതാവും കേസിൽ പ്രതിയാണ്. ഇവർ ഒളിവിലായിരുന്നു. സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഭർത്താവ് അഖിൽദാസിൻ്റെയൊക്കെ സഹോദരി പീഡന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഫോൺ പരിശോധിച്ച പോലീസ് ഡിലീറ്റ് ചെയ്ത ഈ ദൃശ്യങ്ങൾ വീണ്ടെടുത്ത് യുവതിയെ ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നതിന് നിർണായക തെളിവാവുകയും ചെയ്തിട്ടുമുണ്ട്. അറസ്റ്റിന് ശേഷം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലാണ് മന്ത്രവാദി ശിവദാസിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലെല്ലാം പുറത്തു വന്നത്. 30 വർഷം മുമ്പ് ഊരാളികളിൽ നിന്നാണ് താൻ ഈ പറഞ്ഞ മന്ത്രവാദി വിദ്യകളെല്ലാം പഠിച്ചതെന്നും എന്നാൽ കഴിഞ്ഞ 3 വർഷമായി മാത്രമാണ് ആഭിചാര ക്രിയകൾ നടത്താൻ തുടങ്ങിയതെന്നും ശിവദാസ് പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. പൂജകൾക്കായി കബഡിക്ക് പകരം ബാത്റൂമിലെ ടൈലുകളാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുടുംബം പുറമെ മാന്യത പുലർത്തിയിരുന്നവരായിരുന്നു എന്നതും ഇവർക്ക് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് അയൽക്കാർക്ക് പോലും യാതൊരു സൂചനയും ഇല്ലായിരുന്നു എന്നതും പ്രദേശവാസികളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാർഡ് മെമ്പറുടെ പ്രതികരണം അനുസരിച്ചാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ മണ്ണാർക്കാട് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നതെന്നും ഇത് ജനങ്ങൾ എന്ന നിലയിൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ആക്രമണം നേരിട്ട യുവതി അവരുടെ പിതാവിൻ്റെ സ്വന്തം വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മണ്ണാർക്കാട് സംഭവം ഒറ്റപ്പെട്ടൊരു ദുരന്തവുമല്ല, മറിച്ച് കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ അന്ധവിശ്വാസങ്ങളുടെയും ആഭിചാരക്രിയകളുടെയും പേരിൽ നിരവധി കൊലപാതകങ്ങളും പീഡനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ സംഭവങ്ങൾ കേരളീയ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ എത്രത്തോളം അക്രമകരമായ രീതിയിൽ രൂപപ്പെടുന്നു എന്നതിൻ്റെ പ്രധാന തെളിവുകൾ കൂടിയാണ്. കഴിഞ്ഞ ഏതാനും കാലഘട്ടങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് 2022 പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന നരബലിയാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി മന്ത്രവാദത്തിൻ്റെ പേരിൽ ഭഗത് സിംഗ് അതുപോലെ ഭാര്യ ലൈല, മുഖ്യ ഏജന്റായിരുന്ന ഷാബി എന്നിവർ ചേർന്ന് 2 സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത നാം അന്ന് ഞെട്ടലോടെ കണ്ടതാണ്. ലോട്ടറി വിൽപ്പനക്കാരായ 2 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിച്ച് മൃഗീയമായി കൊലപ്പെടുത്തി ഒപ്പം തന്നെ ശരീരം കഷ്ണങ്ങളാക്കി മറവ് ചെയ്ത ഈ സംഭവം വലിയ തരത്തിലുള്ള ആസൂത്രിതമായിരുന്നു. സാമ്പത്തിക ലാഭത്തിനായി മനുഷ്യരെ ബലിയർപ്പിക്കാൻ തക്കവണ്ണം അന്ധവിശ്വാസം ഒരു കുടുംബത്തെ സ്വാധീനിച്ചെന്ന യാഥാർത്ഥ്യം കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. 2014 കാസർഗോഡ് ജില്ലയിലെ ചെർക്കളയിൽ മന്ത്രവാദത്തിൻ്റെ പേരിൽ ഒരു യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം സമാനമായ ദുരന്തമായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ബാധ ഒഴിപ്പിക്കലിൻ്റെ ഭാഗമായി
ദുർമന്ത്രവാദി നടത്തിയ ചികിത്സയുടെ പേരിൽ യുവതി വായിൽ തിളച്ച എണ്ണ ഒഴിക്കുകയും മറ്റ് പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തതിനെ തുടർന്ന് യുവതി മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. വൈദ്യസഹായം ലഭിക്കേണ്ട രോഗികളെ പോലും ദുർമന്ത്രവാദത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണതയുടെ അപകടം ഈ സംഭവം വെളിവാക്കിയതാണ്. ഞെട്ടലോടെ മലയാളികൾ കേട്ടതാണ്. നാം എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മലയാളികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്ന്. ഒത്തിരി പേർ അങ്ങനെ ചെയ്യുന്നവരാണ്. അതിൻ്റെ ഓരോ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നതും അറിയുന്നതും ഓരോരോ വാർത്തകളായി പുറത്തു വരുന്നതും. അതുപോലെ കൃത്യമായി പറഞ്ഞാൽ 2016 മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ ദുർമന്ത്രവാദത്തിനിടെ യുവതി മരണപ്പെട്ട സംഭവം ഇത്തരത്തിലുള്ള അനാചാരങ്ങളുടെ ഫലമായിരുന്നു. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ മന്ത്രവാദത്തിൻ്റെ പേരിൽ മണിക്കൂറുകളോളം പീഡിപ്പിക്കുകയായിരുന്നു. മന്ത്രവാദി കുടുംബാംഗങ്ങൾ ചേർന്ന് നടത്തിയ ക്രൂരമായ ഉപദ്രവങ്ങളാണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതും. ഇതിനു പുറമെ എറണാകുളത്തെ ചില പ്രാദേശിക സ്ഥലങ്ങളിൽ, അതായത് പ്രദേശമായ ഇടങ്ങളിലെല്ലാം സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക പീഡനത്തിനിരയാക്കാൻ ദുർമന്ത്രവാദത്തെ മറയാക്കി നിരവധി സംഭവങ്ങൾ മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ബാധ ഒഴിപ്പിക്കൽ എന്ന പേരിൽ മാത്രം മന്ത്രവാദികൾ സ്ത്രീകളെ ഒറ്റയ്ക്ക് കാണുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നതും നാം മനസ്സിലാക്കണം. ഈ കേസുകളെല്ലാം അന്ധവിശ്വാസങ്ങൾ, അതുപോലെ സാമ്പത്തിക ചൂഷണത്തിനും ലൈംഗിക ചൂഷണത്തിനും ശാരീരിക പീഡനത്തിനും കൊലപാതകത്തിലും വരെ എത്താനുള്ള കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ഒട്ടനവധി തവണ പുറത്ത് വന്നിട്ടുള്ളതുമാണ്. മണ്ണർക്കാട് സംഭവത്തിലെ എന്ന പോലെ തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അടുത്ത ബന്ധുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ അറിവോടെയും സമ്മതത്തോടും കൂടിയാണെന്നതും വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തിൽ പോലും അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ആളുകൾ വഞ്ചിതരാവുകയും അതുപോലെ ക്രൂരതകൾക്ക് ഇരയാകുകയും ചെയ്യുന്നു എന്ന സത്യം നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യകതയിലേക്ക് നമ്മെ വിരൽ ചൂണ്ടിക്കുന്നുമുണ്ട്. ഈ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കുമെല്ലാം എതിരെ ശക്തമായൊരു നിയമം കേരളത്തിൽ നിലവിലില്ല എന്നുള്ളത് വലിയ നിയമപരമായ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട്. മണ്ണർക്കാട് കേസിലെ പ്രതികൾക്കെതിരെ നിലവിലിപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC വകുപ്പുകളും മറ്റനുബന്ധ നിയമങ്ങളും മാത്രമാണ് ചുമത്താൻ സാധിക്കുന്നത്. എന്നാൽ ദുർമന്ത്രവാദത്തെ ഒരു പ്രത്യേക കുറ്റമായി കണക്കാക്കുകയും അത് നടത്തുന്നവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നവർക്കും കഠിനമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു നിയമം അനിവാര്യമാണെന്നുള്ള ആരോപണങ്ങളും അതുപോലെ ആവശ്യകതയും വലിയ തരത്തിൽ ശക്തമായി തുടരുന്നുമുണ്ട്. എലന്തൂർ നല്ലവരിയെ തുടർന്ന് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണ ചർച്ചകൾ സജീവമായെങ്കിലും അത് ഇനിയും പൂർണ്ണമായ നിയമമായി മാറിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഈ നിയമം വയ്ക്കുന്ന അല്ലെങ്കിൽ ഈ നിയമം വൈകുന്ന ഓരോ നിമിഷവും കൂടുതൽ ആളുകൾ ചൂഷണത്തിന് ഇരയാകാനുള്ള സാധ്യതയും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതുപോലെ തന്നെ മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, അതിൽ എടുത്തു പറയേണ്ടത് അന്ധവിശ്വാസം, കറുത്ത മാന്ത്രിക, അതായത് ബ്ലാക്ക് മാജിക്, അനാചാരങ്ങൾ എന്നിവയെല്ലാം തടയുന്നതിനുള്ള നിയമം ചില സംസ്ഥാനങ്ങളിൽ അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും എതിരെയുള്ള ശക്തമായ നിയമനിർമ്മാണമായി നടത്തിയിട്ടുമുണ്ട് അവർ. ഈ നിയമങ്ങൾ മാതൃകയാക്കി കേരളത്തിൽ ശക്തമായൊരു നിയമനിർമ്മാണം ഉടൻ കൊണ്ടുവരണമെന്നാണ് വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും അതുപോലെ നിയമവിദഗ്ധരും ശക്തമായി ആവശ്യപ്പെടുന്നത്. നിയമത്തിൻ്റെ അഭാവത്തിൽ ഇത്തരം പീഡനങ്ങളെയും കൊലപാതകങ്ങളെയും നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് മാത്രം നേരിടേണ്ടി വരുന്നത് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഗൗരവത്തിനനുസരിച്ചുള്ള ശിക്ഷ ഉറപ്പാക്കുന്നതിൽ തടസ്സമുണ്ടാകുന്നുമുണ്ട്. നിയമത്തിൻ്റെ കർശനമായ ഇടപെടൽ മാത്രമല്ല, വിദ്യാഭ്യാസം, അതുപോലെ ബോധവൽക്കരണം, ശാസ്ത്രീയ മനോഭാവം എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നുമൊക്കെ ഒരു സമൂഹത്തിന് പൂർണ്ണമായ മോചനം നേടാനും സാധിക്കുകയുള്ളൂ. യുവതിയെ മദ്യം നൽകി ബോധം കെടുത്തി ഒപ്പം തന്നെ വായിൽ ഭസ്മവും കുത്തി നിറച്ച് പൊള്ളലും ഏൽപ്പിച്ച് നടത്തിയ ഈ ക്രൂരത മാനസികമായ ചൂഷണത്തിനപ്പുറം ശാരീരികമായ പീഡനങ്ങളുടെയും കൊലപാതക ശ്രമത്തിൻ്റെയും തലത്തിലേക്ക് അന്ധവിശ്വാസങ്ങൾ വളർന്നു എന്നതിൻ്റെ ദുസൂചന കൂടിയാണ്. കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റത്തിന് ഈ സംഭവങ്ങൾ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുമുണ്ട്. പൊതുസമൂഹത്തിലെ ഓരോ വ്യക്തിയും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുകയും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു ദുരാചാരങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ദുരാചാരങ്ങൾക്കൊരു പരിധിവരെയെങ്കിലും തടസ്സം നിൽക്കാനോ തടയാനോ കഴിയുകയുള്ളൂ. മണ്ണർക്കാട് സംഭവം കേരള സമൂഹത്തിലൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അനാചാരങ്ങളുടെ വേരുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നമ്മെ ഓരോ തവണയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ശക്തമായ നിയമനിർമ്മാണത്തിൻ്റെയും സാമൂഹിക നവീകരണത്തിൻ്റെയും അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യം ആവശ്യകതയിലേക്ക് നമ്മെ വിരൽ ചൂണ്ടിക്കുന്നൊരു സാഹചര്യം കൂടിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു ദുരാചാരങ്ങളും ഇത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസങ്ങൾക്കും യാതൊരു സ്ഥാനവും കേരളത്തിലില്ല എന്ന് ഓരോരുത്തരും ആവർത്തിച്ച് പറയുമ്പോഴും പലയിടങ്ങളിലും ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്.